ഇതേ നല്ല ചൂട് ചമ്മന്തിക്കൊപ്പം കഴിക്കാനുള്ള ചൂട് കഞ്ഞി അടുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് നല്ല മഴയും. അപ്പം നോൺ വെജ് പ്രിയർക്ക് വേണ്ടി നമുക്ക് ഒരു കാന്താരി പെരട്ട് ചിക്കനും കൂടി ഉണ്ടാക്കിയാലോ, ഒന്നുകൂടി ഉഷാറാവില്ലേ? അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മഴ ഒന്ന് തോരട്ടെ, എന്നിട്ട് നമുക്ക് കാന്താരി നുള്ളിയിട്ട് വരാം. കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഈ കാന്താരി മുളകിൻ്റെ ഗുണഫലങ്ങൾ ഒരുപാടേറെയാണ് എന്ന് നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. ഇതിൽ റിച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ കാന്താരി മുളക്. കൂടാതെ ഇതിൽ വൈറ്റമിൻ സിയും എയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഈ ഇത്തിരി കുഞ്ഞിന് നല്ല കഴിവുണ്ട്. കാന്താരി എടുത്തിട്ട് വരുന്ന വഴി ഞാൻ 3 പേരെ കണ്ടു. 3 പേരെയും ഒറ്റ ഫ്രെയിമിലാക്കാൻ ഞാൻ നല്ല പാടുപെട്ടു. ഒരാൾ ഫോട്ടോക്ക് പോസ് ചെയ്യുമ്പോൾ മറ്റേയാൾ കുറുമ്പ് കാണിക്കും. ഇനി ഇവരോട് മിണ്ടിയിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ലഞ്ച് ഡിന്നറാക്കേണ്ടി വരുമെന്നോർത്ത് ഞാൻ ആശ്രമം ഉപേക്ഷിച്ച് നമ്മുടെ യുദ്ധത്തിലേക്ക് ഇറങ്ങി. ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് കോൺഫ്ലോറും കൂടി തിരുമ്മിയ ഒരു മിശ്രിതവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ഗായ്സ്. വീണ്ടും കാണാം. ബൈ ബൈ.